വെൽക്കം ടു റോയൽ ലൈഫ് ടൈം. റോയൽ ലൈഫ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ജെസ്യൂട്ട് ഹൗസിലാണ്. 82-ാം വയസ്സിലും പ്രായം തളർത്താത്ത മനസ്സുമായി കർമ്മനിരതനായി നിൽക്കുന്ന തോമസ് അച്ഛനെക്കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ തോമസ് അച്ഛൻ്റെ വാക്കുകളിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലേക്കും കൃഷിത്തോട്ടത്തിലേക്കും നമുക്കൊന്ന് പോകാം. സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നിട്ട് 6 വർഷമായി. 1970 മാർച്ച് 14-ാം തീയതിയാണ് ഞാൻ ഒരു വൈദികനായത്. അത് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ വെച്ചായിരുന്നു. എനിക്ക് പട്ടം തന്നത് പാലാരൂപതയുടെ മുൻ ബിഷപ്പായിരുന്ന വയലിൽ പിതാവാണ്. ഈ കഴിഞ്ഞ 50 വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ജീവിതം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് ഈയിടെ ഒരു പത്രപ്രവർത്തകൻ എന്നോട് ചോദിക്കുകയുണ്ടായി. അതിലാദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ, ആകുലതകൾ, വേദനകൾ, രോഗാവസ്ഥ ഇതൊക്കെ താൽക്കാലികമാണ്, കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഈ പ്രയാസങ്ങളിലും പരാജയങ്ങളിലുമൊക്കെ നമ്മൾ തനിച്ചല്ല എന്നുള്ളൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി, ചിറ്റടി, മുണ്ടക്കയം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി തന്നെ അച്ഛന്മാരും മറ്റു വിളിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടിയ സമയം ദിവസവും 2-3 മണിക്കൂറെങ്കിലും ഞാൻ പലതരത്തിലുള്ള പച്ചക്കറികൾ ഇവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് നോക്കിയാണ് കാണാൻ സാധിക്കും. എൻ്റെ ഈ പച്ചക്കറി തോട്ടത്തിൽ പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട്. ഇവിടെ പലതരത്തിലുള്ള ചീരകളുണ്ട്. മലേഷ്യൻ ചീര അവിടെ നിൽക്കുന്ന നിങ്ങൾ ഒരു പക്ഷേ പരിചയമില്ലാത്ത ചീരയായിരിക്കും അത്. മറ്റു നമ്മുടെ നാട്ടിലുണ്ടാകും സാധാരണ ചീര. വെണ്ടകൾ, പലതരത്തിലുള്ള വെണ്ട ഉണ്ട്. ആനക്കൊമ്പൻ വെണ്ടയുണ്ട്, ഇത് സാധാരണ വെണ്ട. പിന്നെ തക്കാളി സമൃദ്ധമായിട്ടുണ്ടാകുന്നു. വെള്ളരിക്ക ധാരാളമായിട്ട് ഇവിടെ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ മനസ്സിന് കുളിർമ നൽകുന്ന ഒട്ടേറെ ആ കൃഷി എല്ലാം ഒരാളെന്നെ വല്ലപ്പോഴൊക്കെ സഹായിക്കാനായിട്ട് വരും, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, യാതൊരു വിഷരഹിത പച്ചക്കറി കൃഷി. അപ്പോൾ നമുക്ക് വിഷം പറ്റാത്ത പച്ചക്കറികളൊക്കെ കൂട്ടാനായിട്ട് സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്. ഇവിടെ വരുന്നവർക്കെല്ലാം ഞാൻ പലർക്കും ആവശ്യമുള്ളതൊക്കെ അതിൻ്റെ വിത്ത് കൊടുക്കാറുണ്ട്. പിന്നെ കറിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല കപ്പയുണ്ട് ഇവിടെ. കോഴിക്കോട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പത്തണ്ട്, അത് വളരെ രുചികരമായ കപ്പയാണ്. കറിയുടെ ആവശ്യം തന്നെയില്ല, അതിൻ്റെ തണ്ട് കൊണ്ടുപോയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അതുപോലെ ആനക്കൊമ്പം വെണ്ടയുടെ വിത്ത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. പിന്നെ കപ്പളം പലതരത്തിൽ, ലേഡീസ് ഫിംഗർ അല്ല റെഡ് ലേഡിയുണ്ട്. പിന്നെ പലതരത്തിലെ കപ്പളങ്ങൾ, ഇങ്ങനെ മാവ്, പ്ലാവ്, വിയറ്റ്നാം പ്ലാവ് അവിടെ താഴെ കാണാം. ഇപ്പം തന്നെ വലിയ 2-3 ചക്ക 2-3 കൊല്ലമായിട്ടുള്ളൂ, 2-2.5 കൊല്ലമായപ്പോഴും കാഴ്ച തുടങ്ങി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു ചാപ്പലുണ്ട്. ഈ ചാപ്പലിൽ വരുന്ന ആൾക്കാർ കുർബാനയും മറ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പച്ചക്കറി തോട്ടം നോക്കാറുണ്ട്. എങ്ങനെയാണെന്ന് ഞാൻ കൃഷി ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ ഫ്രീ ആയിട്ട് വിത്ത് കൊടുക്കാറുണ്ട്. 82-ാം വയസ്സിലും അച്ഛന് ഈ ഒരു കൃഷിയോട് ഈ താല്പര്യം തോന്നാൻ കാരണം ഒന്ന്, എങ്ങനെ എൻ്റെ ഈ വാർദ്ധക്യകാലം എങ്ങനെ സന്തോഷകരമായിട്ട് ചെലവഴിക്കാൻ സാധിക്കുമെന്നുള്ള ചിന്ത. പൊതുവെ പലരും പ്രായമായി കഴിയുമ്പോൾ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ പത്രമാസികകളെ കുറച്ച് വായിച്ച് വായനയുടെ ലോകത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്വഭാവം പ്രകൃതി ഇതാണ്, എപ്പോഴും ബിസി ആയിരിക്കണം, എപ്പോഴും പ്രവർത്തനനിരതമായിരിക്കണം. പിന്നെ മനസ്സിന് കുളിർമ നൽകുന്ന ഒന്നാണല്ലോ പച്ചക്കറി കൃഷിയൊക്കെ. പിന്നെ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കാനായിട്ട്, അതും ജൈവവളം ഗവൺമെൻറ്റും മറ്റും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ, ഒത്തിരി സബ്സിഡി കൊടുക്കുന്നുണ്ട്, സഹായിക പഞ്ചായത്ത്, കൃഷിഭവൻ വഴിയൊക്കെ. അപ്പോൾ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ വലിയൊരു ആന്തരികമായൊരു സന്തോഷം എനിക്ക് തോന്നാറുണ്ട്. ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് അതെ അച്ഛൻ എന്താണ് പറയാനുള്ളത്? നമ്മളെത്ര നാൾ ഈ ലോകത്തിൽ ജീവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷേ തമ്പുരാന്, ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെ പറ്റിയും ഓരോ പദ്ധതിയുണ്ട്, ഓരോ പ്ലാനുണ്ട്. അത് നമുക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഓരോരുത്തരും ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, തന്നിരിക്കുന്ന ആരോഗ്യം, സമയം ഒക്കെ ശരിയായി വിനിയോഗിക്കുക.
നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുക.